കർമ്മ ന്യൂസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ പ്രഭാതത്തിലെ ആദ്യ വാർത്തയിലേക്ക് പോകാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിക്ക് സമീപം യുക്രൈൻ ഡ്രോണുകൾ വീണതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് റഷ്യ. യുക്രൈൻ ആസൂത്രിതമായി ഇത് ചെയ്തതാണ് എന്ന് റഷ്യ ആരോപിക്കുന്നുണ്ടെങ്കിൽ പോലും യുക്രൈൻ പ്രസിഡന്റ് ആകട്ടെ ഈ വാദം നിഷേധിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. പുടിന്റെ വടക്കു പടിഞ്ഞാറൻ റഷ്യയിലെ വസതിക്ക് സമീപം വീഴ്ത്തിയ ഡ്രോൺ ആകട്ടെ, അതായത് യുക്രൈൻ ഡ്രോണിന്റെ അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് എത്തുമെന്നതാണ് അത് തന്നെയാണ് ഇപ്പോൾ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ പുടിനെ വധിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം നടത്തിയതെന്നും ആരോപണമുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മേൽനോട്ടത്തിൽ അത് തുടരുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. യുക്രൈൻ ഡ്രോണുകളാകട്ടെ നഗരത്തിൽ വീണ സംഭവത്തെ ഭീകരാക്രമണം എന്നാണ് റഷ്യ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പുടിന് നേരെയുള്ള വ്യക്തിപരമായ ആക്രമണമെന്നും ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി എന്ന റിപ്പോർട്ട് അത് കെട്ടിച്ചമച്ചതാണ് എന്നും ഇവിടെ യുക്രൈൻ ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഡിസംബർ 29 രാത്രിയിലാണ് പുടിന്റെ വസതിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് വൻതോതിലുള്ള ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്നും ഈ ആക്രമണം റഷ്യക്ക് തടയാനായതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 91 ഡ്രോണുകൾ അവിടെ വിക്ഷേപിച്ചതായും അവയെല്ലാം തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തങ്ങൾക്ക് തടയാൻ സാധിച്ചതായും റഷ്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ്. അതുപോലെ ഡ്രോണിൽ 6 കിലോഗ്രാം അധികം സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും വസതിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഡ്രോൺ ആക്രമണം ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത ഘട്ടം ഘട്ടമായി തന്നെ നടത്തിയതാണ് എന്നും റഷ്യ ആരോപിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ തന്നെ പുടിൻ ഡ്രോൺ ആക്രമണം ഉണ്ടാകുമ്പോൾ എവിടെയായിരുന്നു എന്നത് റഷ്യ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വസതികളിൽ സാധാരണയായി തന്നെ, അതായത് ഇത്തരത്തിൽ അദ്ദേഹം എവിടെയാണ് താമസം ഒരുക്കുന്നത് എന്നത് വളരെ സാധാരണമായി തന്നെ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം റഷ്യക്കുണ്ട്. റഷ്യൻ ആരോപണം കെട്ടിച്ചമച്ചതാണ് എന്നതായിരുന്നു പിന്നീട് യുക്രൈൻ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ യുക്രൈന്റെ സഖ്യകക്ഷികൾ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. നിലവിലെ ആരോപണമാകട്ടെ അത് നിയന്ത്രിത ശ്രമങ്ങളെ തന്നെ, അതായത് നയതന്ത്ര ശ്രമങ്ങളെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് എന്നതായിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അതിനോടായി തന്നെ പ്രതികരിച്ചത്. കെട്ടിച്ചമച്ചതാണ് എന്നും റഷ്യൻ ആരോപണത്തിന് അത് വെല്ലുവിളിയാണ് എന്നതായിരുന്നു വ്യക്തമാക്കിയതും. അതേപോലെ തന്നെ യുക്രൈനിലെ നഗരങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് കീവിന് നേരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ റഷ്യ നടത്തുന്നതെന്നും റഷ്യയെ മുൻനിർത്തിക്കൊണ്ട് യുക്രൈൻ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ചർച്ചകൾ നടത്തുന്ന അമേരിക്കൻ സംഘവുമായി തന്നെ ബന്ധപ്പെട്ടുവെന്നും വിശദാംശങ്ങളിൽ നിന്ന് ആക്രമണം നടന്നുവെന്ന ആരോപണം വ്യാജമാണ് എന്ന് മനസ്സിലാക്കിയെന്നുമാണ് സെലൻസ്കി ഇപ്പോൾ മാധ്യമപ്രവർത്തകരോടായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര പങ്കാളിത്തത്തോടു കൂടി തന്നെ ഈ ആരോപണം സ്വതന്ത്രമായി തന്നെ പരിശോധിക്കാൻ അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. അതേപോലെ റഷ്യ സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്താൻ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് എന്നതായിരുന്നു യുക്രൈന്റെ വിദേശകാര്യ മന്ത്രി ഇതിനോടായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ റഷ്യൻ ഉദ്യോഗസ്ഥർ കൂടുതൽ തെളിവുകൾ നൽകിയിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. എല്ലാ ഡ്രോണുകളും നശിപ്പിക്കപ്പെട്ടതിനാൽ തന്നെ തെളിവ് നൽകേണ്ടതില്ല എന്നതാണ് റഷ്യൻ വക്താവായ ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ആരോപണം പുറത്തു വന്നത് സെലൻസ്കി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി എടുത്തു പറയേണ്ട കാര്യം. ട്രംപ് പറയുന്നതനുസരിച്ച് പുടിൻ നേരിട്ടാണ് അദ്ദേഹത്തോട് ഈ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞതെന്നതാണ് ട്രംപിന്റെ മറ്റൊരു മറുപടിയായി പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.